തന്നെ ഒരു പ്രാർത്ഥനാ ഗാനത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇവിടെ നമ്മുടെ വൈബ്രൻസ് 2025 നമ്മൾ തുടങ്ങുന്നത്. ഒരു ദൈവ സാന്നിധ്യം അറിയിക്കുവാൻ വേണ്ടി നമ്മളെല്ലാവരും കുറേ പ്രാക്ടീസും എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? പക്ഷേ ആ സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾക്കൊരു ദൈവ സാന്നിധ്യം ആവശ്യമാണ് അല്ലേ? അപ്പോൾ നമ്മളുടെ പ്രോഗ്രാം നമ്മളിവിടെ തുടങ്ങുകയാണ്. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു ആമയ സംഗീത്. എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കുന്നവരൊക്കെ ഒന്ന് ദയവായി എഴുന്നേറ്റ് നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിത്യവും സത്യമായി തൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അലിവിൻ കണങ്ങളും അറിവിൻ കളങ്ങളും അടിയങ്ങൾ കേൾക്കണേ തമ്പുരാനേ. നിന്നെ വാഴ്ത്തുന്ന നാവുകൾ നൽകിയും നിന്നെ കേൾക്കുവാൻ കാതുകൾ നൽകിയും നിന്നെ സ്മരിക്കുന്ന മനസ്സുകൾ നൽകിയും ഞങ്ങളെ കാക്കണേ ലോകനാഥ. നിത്യവും സത്യബോധങ്ങൾ തൻ ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അറിവിൻ കണങ്ങളും അറിവിൻ മോളെ വൈസ് പ്രസിഡന്റ് അമദ്രാജ്, ജോയിന്റ് സെക്രട്ടറി രമേശ്, ജോയിന്റ് ട്രഷറർ നൈസി മാത്യു, എല്ലാവരെയും വേദിയിലേക്ക് നമ്മളുടെ ഈ ഉദ്ഘാടന ചടങ്ങിനായി വിളിക്കുകയാണ്. ദയവീട് വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മളുടെ രാജരാജേശ്വരി നഗർ മലയാളി സമാജം രൂപീകൃതമായിട്ട് 18 വർഷങ്ങൾ തികഞ്ഞിരിക്കുന്നു. 18ന്റെ പടിയിൽ അതിൻ്റെ എല്ലാവിധ മികവുകളോടും സൗഹൃദത്തോടും ഒത്തൊരുമയോടും കൂടി മുന്നോട്ട് പോകുന്ന ഈ കൂട്ടായ്മ നമ്മൾ ഓരോരുത്തരുടെയും വിജയമാണ്. അതിന് നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കണ്ടേ? നമ്മൾ ഈ 18 വർഷങ്ങളായി ഈ ബാംഗ്ലൂർ മലയാളി അസോസിയേഷൻ അല്ലെങ്കിൽ ഈ ആർ നഗർ മലയാളി അസോസിയേഷൻ ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് നമ്മൾ 2025 കുറിച്ച് മാത്രമാണ് പറയുന്നത് അല്ലേ? 2024 നമ്മളുടെ പ്രിയപ്പെട്ട പലരും, നമ്മളുടെ സമാജ മെമ്പേഴ്സിന്റെ പ്രിയപ്പെട്ട പലരും, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു മിനിറ്റ് നമ്മൾക്ക് അവരോടുള്ള സ്നേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് ശാന്തി കിട്ടുവാൻ വേണ്ടി നമുക്ക് ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് മൗന പ്രാർത്ഥന നടത്താം. എല്ലാവർക്കും നന്ദി. അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളുടെ സമാജത്തിൻ്റെ എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അടുത്തതായി ഉദ്ഘാടന ചടങ്ങിനും ഈ കേക്ക് കട്ട് ചെയ്ത ഈ ഒരു ഔദ്യോഗിക ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനും അതിനും വേണ്ടി നമ്മൾ ജോൺസൺ ചേട്ടൻ്റെ കയ്യിലേക്ക് ഞാൻ മൈക്ക് കൊടുക്കുകയാണ്. രാജരാജസ്ഥാൻ മലയാളി സമാജ കുടുംബാംഗങ്ങളെ ആദ്യമായി എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ പ്രത്യാശയുടെ പ്രതീകമായ പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുന്നു. അതോടൊപ്പം നമ്മൾ ഇന്ന് ഇന്ത്യ ഒട്ടാകെ നമ്മുടെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ ആശംസകൾ ഈ അവസരം നേടുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക്
സഹായിക സംഘങ്ങൾ കൊണ്ടാണ്. ഇന്ന് നമ്മുടെ ഈ ആഘോഷം ഇത്രയധികം ഭംഗിയായി നടത്തുവാനായിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഓർഗനൈസ് കമ്മിറ്റിയുണ്ട്. കുറച്ച് പേരടങ്ങുന്ന ഒരു ഓർഗനൈസ് കമ്മിറ്റിയാണ് ഇത് 2-3 മാസക്കാലമായിട്ട് ഇതിൻ്റെ പുറകിൽ നടന്ന് ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഇതിനെ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു നല്ല ഒരാഘോഷമാക്കി മാറ്റുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയതും അതിന് മുൻകൈ എടുത്ത കുറച്ച് പേരുടെ ഒരു പ്രവർത്തനമാണ്. അവരെ പ്രത്യേകമായി ഈ സമയത്ത് അഭിനന്ദിക്കുന്നു, അതുപോലെ അവർക്ക് അഭിനന്ദനം അർപ്പിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ 2025 നമ്മുടെ എല്ലാം പ്രത്യാശയുടെ നല്ല വർഷമായി തീരട്ടെ. നമുക്കറിയാം, ഈ ഒരു വർഷക്കാലം ഇന്ന് 25 ദിവസം, പിന്നീട് 26ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. ഇനിയും 11 മാസത്തോളം നമുക്കുണ്ട്. ഈ 11 മാസം നമുക്ക് നന്മയുടെയും ശാന്തിയുടെയും ഒക്കെ ഒരു നല്ല മാസമായി തീരട്ടെ. പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ, വിവിധ ദുഃഖങ്ങളിൽ, മാനസിക വിഷമങ്ങളിലൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സർവശക്തനായ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വർഷത്തെ നമ്മുടെ 18ാമത് വാർഷികം ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. താങ്ക് യു ജോൺസൺ ചേട്ടാ. സമാജത്തിൻ്റെ എല്ലാ ഭാരവാഹികളോടുമുള്ള നന്ദി. അടുത്തായി നമ്മളിവിടെ ഈ ഒരു നമ്മുടെ ന്യൂ ഇയർ വൈബ്രൻസ് 2025 നമ്മൾ ഔദ്യോഗികമായി കേക്ക് കട്ട് ചെയ്താണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളുടെ മലയാളം അസോസിയേഷനിൽ നമ്മളിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ കുട്ടികളെയും, നമ്മുടെ മലയാളം മിഷൻ കുട്ടികൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അവിടെ വെളിയിലും മുകളിലുമൊക്കെ കുറേ കുഞ്ഞു കുട്ടികളുണ്ടല്ലേ, എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വരൂ. അമോനിൽ നിന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ എല്ലാ കുട്ടിപ്പട്ടാളങ്ങളെയും ഇങ്ങോട്ടേക്ക് എല്ലാവരും വരണേ. അതെ, അവിടെ ഉണ്ടല്ലോ കുറച്ച് കുഞ്ഞു കുട്ടികൾ, എല്ലാവരും വരൂ. അല്ല, ഫോട്ടോ ഒക്കെ എടുക്കുക കേട്ടോ, എല്ലാവരും വരണേ. അതെ, അവിടെ ഉണ്ട് കേട്ടോ. അച്ഛൻ പോവില്ല, പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകും. കൊണ്ട് ഇവിടെ നിന്നോളൂ. ഇവർക്ക് എല്ലാവർക്കും ഒരു വലിയ കൈയ്യടി കൊടുക്കണേ. ഇങ്ങനെ വളരെ സാഡായിട്ടല്ലല്ലോ നമ്മൾ ഈ നമ്മുടെ ന്യൂ ഇയർ പ്രോഗ്രാം തുടങ്ങേണ്ടത് അല്ലേ. നമ്മുടെ ന്യൂ ഇയർ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ വൈബ്രൻസ് 2025 എന്നാണ് അല്ലേ. അപ്പോൾ ആ ഒരു വൈബ് എല്ലാവർക്കും ഒന്ന് വരണം കേട്ടോ. അത് മാത്രമല്ല, ഇന്ന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് അല്ലേ. നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണ്. നമുക്ക് കാണാൻ പറ്റുമല്ലോ നമ്മുടെ കുട്ടികളെല്ലാം ഇവിടെ നല്ല നമ്മുടെ വൈറ്റ് ആൻഡ് ബ്ലൂ ഒക്കെ ഇട്ട് നിൽക്കുന്നത്. അപ്പോൾ ജോൺസൺ ചേട്ടാ, അപ്പോൾ എല്ലാവരും ഒരു കൈയ്യടി കൊടുക്കണേ. നമ്മളുടെ ഈ പ്രോഗ്രാം ഇവിടെ തുടങ്ങുകയാണ്. ഇത്രയും പോരല്ലോ കൈയ്യടി, ഇവിടെ അതിനേക്കാട്ടിലും കൈകളുണ്ടെന്നാണ് തോന്നുന്നത്. ഇതിന് ശേഷം നമ്മളുടെ ഈ ഉദ്ഘാടന പരിപാടികളും ഈ ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം നമ്മൾക്ക് വേണ്ടി വളരെ നല്ല ഒരു കലാവിരുന്നാണ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു ഗാനമേള, പിന്നെ നമ്മളുടെ ഇഷ്ടപ്പെട്ട കേരള ഫുഡ് എല്ലാം ഉണ്ട്. അപ്പം ഓക്കെ, ശരി. അപ്പോൾ താങ്ക് യു എവരി വൺ. കുട്ടികൾ നിങ്ങളവിടെ പോയിരുന്നുള്ളൂ കേട്ടോ. എടുക്കാം, മാറ്റാം. അപ്പോൾ നമ്മൾ ഔദ്യോഗിക ചടങ്ങുകൾ ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മളുടെ ഔദ്യോഗിക ചടങ്ങിന് വേണ്ടി ഇവിടെ വന്ന സന്നിഹിതരായ സമാജം ഭാരവാഹികൾ, അതുപോലെ തന്നെ നമ്മളുടെ കുഞ്ഞുകുട്ടികൾ, അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും നേരത്തെ ഈ ഒരു ആഘോഷരാവിനെ അല്ലേ അതേ ആവേശം ഉൾക്കൊണ്ട് നമ്മളുടെ ഈ ഒരു ആഘോഷത്തിന് പങ്കുചേരുവാൻ കൂടെ വന്ന എല്ലാവർക്കും ഒരു വലിയ കയ്യടി.
അപ്പോൾ 2 ഗ്രാം ഗോൾഡിന്റെ അടുത്തൊക്കെ ഒന്ന് പറയണം റീഗൽ അത് അനൗൺസ് അപ്പോൾ നമുക്കറിയാമല്ലേ, നമ്മളുടെ ഏതൊരു പ്രോഗ്രാമും നല്ല വിജയകരമാകണമെങ്കിൽ നമുക്ക് സ്പോൺസേഴ്സിൻ്റെ ആവശ്യമുണ്ടല്ലേ. അവരുടെ സഹായം കൊണ്ട് അല്ലെങ്കിൽ അവർ കൊണ്ട് മാത്രമാണ് നമ്മളുടെ ഏതൊരു പ്രോഗ്രാമും നമ്മൾക്ക് ഇങ്ങനെയൊരു വലിയ രീതിയിൽ നമ്മൾക്ക് നടത്തുവാൻ സാധിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം വൈബ്രൻസ് 2025-ൻ്റെ മെയിൻ സ്പോൺസേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ. ഫെഡറൽ ബാങ്ക്, യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ, ഗുഡ് ഷെപ്പേർഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് RR നഗർ, റീഗൽ ജുവലേഴ്സ്, DBS ബാങ്ക്, പിന്നെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ജോസ് ആലുക്കാസ്, പ്ലാന്റെക് ഇൻ്റർനാഷണൽ. അപ്പോൾ നമ്മളുടെ സ്പോൺസേഴ്സിനെ ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഔദ്യോഗിക ചടങ്ങുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു അല്ലേ. രമേശ്, അത് ഞാൻ ഇടയ്ക്ക് മാറ്റി പറയാം. നമ്മൾ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ഒരു പരിപാടിയും കൂടി നടത്തണമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നതാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ മലയാള സമാജം, RR നഗർ മലയാള സമാജം രൂപീകൃതമായിട്ട് 18 വർഷങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നത്. ഈ 18 വർഷങ്ങൾക്കുള്ളിൽ നമ്മളുടെ ഈ ഒരു സമാജത്തിൽ തന്നെ വളരെ കഴിവുള്ള മഹത് പ്രതിഭകൾ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങൾ നമ്മളുടെ ഈ സമാജത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ്. പക്ഷേ നമ്മളുടെ കലാപരിപാടികൾക്ക് ഇടയ്ക്ക് തന്നെ നമ്മൾ അങ്ങനെ ഒരു ആദരിക്കൽ ചടങ്ങും കൂടി നടത്തുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ ദ മോസ്റ്റ് അവൈറ്റഡ് കൾച്ചറൽ പ്രോഗ്രാംസ് അല്ലേ, ഇനിയും നമുക്ക് ഒത്തിരി ആൾക്കാർ ഇവിടെ വരാനുണ്ടെന്നറിയാം. അപ്പോൾ നമുക്ക് കലാപരിപാടികൾ തുടങ്ങാം.